ഇസ്രായേൽ ഇറാൻ സംഘർഷങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് എന്ത് നേട്ടം ഇല്ലെങ്കിൽ ഇന്ത്യക്ക് എന്ത് റോളെന്നൊരു ചോദ്യം പൊതുവെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അതിനു മുമ്പ് എന്താണ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇറാനും ഇസ്രായേലും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള വലിയ വിഷയങ്ങളോ ഇല്ലെങ്കിൽ യുദ്ധത്തിന് ഉണ്ടാകേണ്ട കാരണങ്ങളോ ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇവർ രണ്ടു കൂട്ടരും വളരെ സൗഹൃദപരമായി മുൻപോട്ട് പോയിരുന്ന ഒരു സഖ്യരാജ്യങ്ങൾ തന്നെയായിരുന്നു. 1948 ഇസ്രായേൽ രൂപം കൊണ്ടതിന് ശേഷം ഇസ്രായേലിനെ അംഗീകരിക്കുന്ന രണ്ടാമത്തെ മുസ്ലിം രാഷ്ട്രമാണ് ഇറാൻ. ആദ്യമായിട്ട് ഇസ്രായേലിനെ അംഗീകരിച്ച മുസ്ലിം രാഷ്ട്രം തുർക്കിയാണ്. തുർക്കി ഇന്ന് നാറ്റോയുടെ ഭാഗമാണ്. രണ്ടാമത് ഇസ്രായേലിനെ അംഗീകരിച്ച രാജ്യം ഇറാനായിരുന്നു. അതിന് ഇറാൻ്റേതായ ചില കാരണങ്ങളും ഉണ്ടായിരുന്നു. ഇറാൻ്റെ അക്കാലത്തെ വലിയ ശത്രു ഇറാഖായിരുന്നു. അങ്ങനെ ഇറാഖിനെ ഭരണകൂടത്തിനെതിരെ കുർദിഷുകൾ, അതായത് ഇറാഖ് ഭരണകൂടത്തിനെതിരെ പോരാടിയ കുർദിഷുകളെ അമേരിക്കയും ഇസ്രായേലും ഇറാനും സംയുക്തമായാണ് പ്രോത്സാഹിപ്പിച്ചതും അവിടെ ഇക്കണ്ടാലമ്പെല്ലാം ഉണ്ടാക്കിയത്. വലിയ സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദും ഒപ്പം തന്നെ ഇറാഖിൻ്റെ ചാരസംഘടനയായ സവാക്ക്, ഈ സവാക്ക് മൊസാദിൽ നിന്ന് രൂപപ്പെട്ടതാണെന്നും മൊസാദാണ് സവാക്കിന് വേണ്ട സഹായ സഹകരണം നൽകിക്കൊടുത്തതെന്നും ചില വാർത്തകളുണ്ട്. ഏതായാലും മൊസാദും സവാക്കുമൊക്കെ ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്ന കാലമാണ്. ഈ ഒരു സ്നേഹബന്ധം ഷായുടെ ഭരണകാലത്ത്, ഇറാനിൽ ഷാ ഭരിച്ചിരുന്ന 1979 വരെ. 79 ആയപ്പോഴേക്കും ഇറാനിൽ ഇസ്ലാമിക വിപ്ലവം വരികയും അയത്തുള്ള ഖൊമേനി അധികാരം ഏൽക്കുകയും ചെയ്തു. അയത്തുള്ള ഖൊമേനി അധികാരമേറ്റത് മുതൽ ഇസ്രായേലിനെ ഒരു സയനിസ്റ്റ് രാജ്യമായിട്ടാണ് കാണുന്നത്. ഇസ്രായേലിനെ അവർ വിശേഷിപ്പിച്ചത്, ഖമേനി എപ്പോഴും വിശേഷിപ്പിക്കുന്നത് ചെറിയ ചെകുത്താൻ എന്നാണ്. വലിയ ചെകുത്താൻ അമേരിക്കയും ചെറിയ ചെകുത്താൻ ഇസ്രായേലും എന്നാണ്. അവിടെ മുതലാണ് ഈ ബന്ധം വഷളാകാൻ തുടങ്ങിയത്. അതിനു മുമ്പ് ഈ ബന്ധം ദൃഢമായിരുന്നു എന്ന് മാത്രമല്ല, ഇറാൻ്റെ 40% എണ്ണ വാങ്ങിയിരുന്ന രാജ്യവും ഇസ്രായേലായിരുന്നു. അങ്ങനെ ഈ ഖമേനി വന്നതിന് ശേഷം ഇസ്ലാമിക വിപ്ലവം വരികയും ദേശീയതയ്ക്കൊപ്പം അവർ സോവിയറ്റ് യൂണിയനെ പതുക്കെ തങ്ങളുടെ സുഹൃത്ത് വലയത്തിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ബദലായി ഇറാൻ സോവിയറ്റ് യൂണിയൻ അച്ചുതണ്ട് രൂപപ്പെട്ടു. ഇറാഖ് അപ്പോഴും പൊതുശത്രുവായി നിലകൊണ്ടു. എന്തിനേറെ പറയുന്നു, ഇറാഖുമായിട്ടുള്ള ആ ഒരു വലിയ സംഘർഷത്തിൽ ഇറാൻ്റെ പ്രധാനപ്പെട്ട ഒസിറാഖ് എന്ന് പറയുന്ന ആണവ നിലയം തകർക്കുവാൻ ഇറാന് പിന്നിൽ നിന്ന് എല്ലാ സഹായവും നൽകിയതും ഈ ഇസ്രായേലായിരുന്നു. അങ്ങനെ അടുത്ത ബന്ധമുള്ള രണ്ട് രാജ്യങ്ങൾ. ഖൊമേനി വന്നതിന് ശേഷം 1979 ശേഷം ഇത് 80-88 വരെയൊക്കെ ഇത് ചെറുതും വലുതുമായ രീതിയിൽ ഒക്കെ ഈ ബന്ധം നിന്നു പോയെങ്കിലും 80 ശേഷം ബന്ധം ഏതാണ്ട് തകർന്നു. അങ്ങനെ ഇവർ ശത്രുതയിലായി. അങ്ങനെ ഇസ്രായേലിനെ തകർക്കുവാനായിട്ട് ഖമേനി രൂപം കൊടുത്ത ചില പ്രോക്സികളായിരുന്നു ഹൂത്തികളും ഒപ്പം തന്നെ ഹിസ്ബുള്ളയും ഒക്കെ. അതിനിടയിൽ ഈ ഹമാസും രൂപപ്പെടുകയുണ്ടായി. നമുക്കറിയാം, ഇസ്രായേൽ പിറന്നു വീണപ്പോൾ തന്നെ ശത്രുതയായിട്ടുള്ള രാജ്യങ്ങളാണ് ഈജിപ്തും ലെബനനും സിറിയയും ഇറാഖുമൊക്കെ. ഇന്നിപ്പോൾ ഈജിപ്റ്റ് ഇസ്രായേലിൻ്റെ സുഹൃത്താണ്, നാറ്റോ സഖ്യത്തിലാണ്. ഇറാഖ് പേരിന് പോലും ഇല്ല, തകർന്ന് തരിപ്പണമായി. സിറിയയും ഏതാണ്ടൊക്കെ തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന രാജ്യം. പിന്നുള്ളത് ലെബനനാണ്. അവിടെയാണ് ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു നല്ല സ്നേഹബന്ധത്തെ കലക്കി കയ്യിലെടുത്ത ആളാണ് ഖമേനി. അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നത് ശത്രുതയിലുള്ള ഇറാനും ഇസ്രായേലുമാണ്. പക്ഷേ ഖമേനിയുടെ സ്ഥാനം ഇപ്പോൾ അത്ര സേഫല്ല. ഇസ്രായേൽ തട്ടും എന്നുള്ളതല്ല പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ഇറാനിൽ പലവിധത്തിലുള്ള പ്രക്ഷോഭങ്ങളാണ്. ഖമേനിയുടെ കടുംപിടുത്തമുള്ള മതരാഷ്ട്രത്തിനെതിരെ അല്ലെങ്കിൽ ഫഫ്തുകൾക്കെതിരെ അവിടുത്തെ സ്ത്രീകളാണ് ആദ്യം തെരുവിലിറങ്ങിയത്. ഹിജാബ് വിരുദ്ധ സമരം നമ്മൾ കണ്ടതാണ്. ആയിരക്കണക്കിന് പേർ കൊല്ലപ്പെട്ടൊരു വലിയ പ്രക്ഷോഭമായിരുന്നു. അതിനുശേഷം അനവധി പ്രക്ഷോഭങ്ങൾ വന്നു. ഈ അടുത്ത സമയത്ത് ഈ ഹിജാബിൻ്റെ ആ സമരത്തിൻ്റെ വാർഷികം ആഘോഷിക്കുന്നതും വലിയ സംഘർഷങ്ങൾക്ക് ഇടയാക്കി. അതായത് ആ ഇറാനിൽ തന്നെ ഖമേനിക്കെതിരെ ഒരു വലിയ ജനവികാരം ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാനിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത്, ജൂതന്മാരും പേർഷ്യക്കാരും ഒന്നാകുന്നൊരു കാലം വരും, നിങ്ങൾ സ്വതന്ത്രമാകുന്നൊരു കാലം വരും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതായത് പ്രത്യക്ഷത്തിൽ ഇസ്രായേലിന് ഇറാനെയോ ഇറാൻ ഇസ്രായേലിനെയോ ആക്രമിക്കാൻ യാതൊരുവിധ കാരണങ്ങളും നിലവിലില്ല. അതുകൊണ്ട് തന്നെ ഈ സംഘർഷം നീണ്ടുപോകാനും സാധ്യതയില്ല, ഒരു യുദ്ധത്തിൻ്റെ വക്കിലെത്താനും സാധ്യതയില്ല. ഇറാൻ തന്നെ അവരുടെ തിരിച്ചടിക്ക് പേരിട്ടിരിക്കുന്നത് പ്രോമിസ് എന്നാണ്. അതായത് ആർക്കോ കൊടുത്തൊരു വാഗ്ദാനം അവർ നിറവേറ്റി എന്ന് മാത്രം. അവിടെയാണ് ഇന്ത്യയുടെ ഒരു റോൾ എങ്ങനെ കടന്നു വരുന്നു എന്നുള്ളത്. 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ഇന്ത്യയിലുള്ള ഇസ്രായേൽ അംബാസിഡർ പറഞ്ഞത്, നരേന്ദ്രമോദി ഇടപെടണം, ഇന്ത്യ ഇടപെട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ കഴിയുമെന്നാണ്. ഇറാൻ്റെ അംബാസിഡറും അത് തന്നെ പറയുന്നു. അതിനിടയിലാണ് ഇന്ത്യയുടെ 3 യുദ്ധക്കപ്പലുകൾ ഇറാനിലേക്ക് പുറപ്പെട്ടത്. ഇന്ത്യ പറയുന്നത് അതെല്ലാ കൊല്ലവും നടക്കുന്ന ഒരു സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്.
അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളായ വയോൺ ഉൾപ്പെടെയുള്ള ഇൻ്റർനാഷണൽ മീഡിയാസ് നോക്കുന്നത്. ഇവിടെ ഇന്ത്യക്ക് വളരെയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇന്ത്യയുടെ ലക്ഷ്യം യുദ്ധം അവസാനിപ്പിക്കുക അല്ലെങ്കിൽ സമാധാനം പുനഃസ്ഥാപിക്കുക എന്നല്ല. പകരം ഈ അടുത്ത കാലത്തെ ട്രേഡിങ്സ് മാത്രം നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി. നമ്മൾ യുക്രൈൻ റഷ്യ യുദ്ധം ഉണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ എണ്ണ നമ്മൾ വാങ്ങിയത് റഷ്യയുടെ കയ്യിൽ നിന്നാണെങ്കിൽ കഴിഞ്ഞ 2 മാസമായിട്ട് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ മേടിക്കുന്ന, റഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ മേടിക്കുന്ന രാജ്യമായി ഇറാൻ മാറിയിട്ടുണ്ട്. അതിനു മുമ്പ് നമ്മൾ ഇറാൻ്റെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് വളരെ കുറവായിരുന്നു. റഷ്യ കഴിഞ്ഞാൽ പിന്നെ സൗദി അറേബ്യ ആയിരുന്നു. ഇറാഖും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറാൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ഇറാൻ്റെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങാൻ നമ്മൾ കൂടിയിട്ടുണ്ട്. ഇവിടെയാണ് എൻ്റെ പ്രധാനമന്ത്രി ഒരു ഗുജറാത്തുകാരനായതിൽ വളരെ അഭിമാനം തോന്നുന്നത്. കാരണം എവിടെ എന്ത് ലാഭത്തിന് നമുക്ക് കിട്ടും എന്നുള്ളത് കൃത്യമായി അറിയുകയും കൃത്യമായ കരുനീക്കങ്ങളിലൂടെ അത് നേടിയെടുക്കാനും പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് കഴിയുന്നുണ്ട്. ഒരുപക്ഷെ ലോകത്ത് ആരും ചിന്തിക്കാത്തിടത്താണ് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ എത്തുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു സംയുക്ത സൈന്യാഭ്യാസം നടത്താനുള്ള ഒരു സാഹചര്യമല്ല മിഡിൽ ഈസ്റ്റിലുള്ളത്. അവിടേക്കാണ് 3 യുദ്ധക്കപ്പലുകൾ പോയിരിക്കുന്നത്. സ്വാഭാവികമായും യുദ്ധക്കപ്പലുകൾ പോയിരിക്കുന്നത് യുദ്ധത്തിൽ പങ്കെടുക്കാനല്ല. പിന്നെ എന്തിന് എന്നൊരു ചോദ്യം. പെട്ടെന്നൊരു കാഷ്വാലിറ്റി ഉണ്ടായാൽ അവിടുന്ന് ഈ തങ്ങളുടെ പൗരന്മാരെ രക്ഷിക്കാനാണ് എന്ന് പറയാമെങ്കിൽ കൂടിയും അവിടുന്ന് കൂടുതൽ എണ്ണ കൊണ്ടുവരേണ്ടതായിട്ട് വന്നാൽ മറ്റ് ഇടപെടലുകളില്ലാതെ സുഗമമായി അത് ഇന്ത്യയിൽ എത്തിക്കാൻ കൂടിയാകാം. അങ്ങനെ നമുക്ക് ചിന്തിച്ചുകൂടായികയില്ല. അതായത് മധ്യേഷ്യയിൽ ഇറാനും ഇസ്രയേലിനും ഇടയിൽ ഒരു മധ്യസ്ഥൻ എന്ന രീതിയിലേക്ക് ഇന്ത്യ ഉയരുന്നു. ഇന്ത്യക്ക് അതുകൊണ്ടുള്ള ഏറ്റവും വലിയ നേട്ടം ട്രേഡിംഗ് തന്നെയാണ്. ഇറാനിൽ ഇപ്പോൾ തുറമുഖം മാത്രമല്ല, റോഡുകളുടെയും അതുപോലെ സർക്കാർ സ്ഥാപനങ്ങളുടെയൊക്കെ കൺസ്ട്രക്ഷൻസ് ഇന്ത്യൻ കമ്പനിക്കാണ്. മിത്തൽ പോലുള്ള കമ്പനികൾക്കൊക്കെയാണ് ഇപ്പോൾ അവിടെ വലിയ കോൺട്രാക്റ്റുകൾ ഇറാനിൽ കിട്ടും. ഇസ്രയേലും അതേ പാതയിലാണ് മുൻപോട്ട് പോകുന്നത്. ഇസ്രയേലിലെ പ്രധാനമന്ത്രി തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞത് വലിയ എമൗണ്ട് ഇല്ലാതെ നല്ല ഗുണനിലവാരവും ഗ്യാരണ്ടിയുമുള്ള കമ്പനികളുള്ളത് ഇന്ത്യയിലാണ് എന്നാണ്. അതായത് ചിലവ് കുറഞ്ഞ കമ്പനികൾ അനവധി കിട്ടും. അത്തരം കമ്പനികൾക്ക് ക്വാളിറ്റി ഉണ്ടാവില്ല. പക്ഷേ ഇന്ത്യയിൽ ചിലവ് കുറവാണ്, പക്ഷേ നല്ല ഉത്തരവാദിത്തമുള്ള ക്വാളിറ്റിയുള്ള കമ്പനികളുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ റോഡുകളുടെ പണികളെല്ലാം ഇന്ത്യൻ കമ്പനികളെ ഏൽപ്പിക്കുകയാണ് എന്നാണ്. അങ്ങനെ രണ്ടിടത്തും ഇന്ത്യക്ക് വ്യാവസായിക താല്പര്യമുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ യുദ്ധം നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട രാജ്യം അമേരിക്ക മാത്രമാണ്. നാൾക്ക് നാൾ ഡോളറിൻ്റെ വില ഇടിഞ്ഞു വരുന്നു. ഡോളറിൻ്റെ വില പിടിച്ചു നിർത്തണമെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ വില മുകളിലോട്ട് കുതിച്ചുയരുക തന്നെ വേണം. ഈ അവസരത്തിൽ അതിനൊരു ഇട നൽകാതിരിക്കലാണ് ഇന്ത്യയുടെ ദൗത്യം. കാരണം കൂടുതൽ എണ്ണ ഇത്തരം രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിക്കൊണ്ട് അതിന് തടയിടുക. അതായത് യുദ്ധമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട രാജ്യം അമേരിക്ക തന്നെ. ഇനി ആരാണ് യഥാർത്ഥ പ്രശ്നകാരി എന്ന് ചോദിച്ചാൽ ഖമേനിയാണെന്ന് പറയേണ്ടി വരും. അതായത് ഒരുപക്ഷെ ഖമേനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ ബന്ധം ഊഷ്മളമായി പോയേക്കാം പശ്ചിമേഷ്യയിൽ. അതല്ല എന്നുണ്ടെങ്കിൽ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും നാം കാത്തിരിക്കേണ്ടി വരും. ഏതായാലും അമേരിക്കയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്, ഇന്ത്യക്ക് ഒരു ലക്ഷ്യമുണ്ട്. പ്രത്യേകിച്ച് ലക്ഷ്യമില്ലാതെ പോരാടുന്നത് ഇസ്രയേൽ മാത്രമാണ്. കാരണം അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അവരുടെ രാജ്യത്തെ ഉന്നം വെച്ച് നിൽക്കുന്ന ഭീകരവാദികളായ ഹിസ്ബുള്ളയും ഹമാസും ഹൂത്തികളും മാത്രമാണ്. ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തോട് അവർക്ക് പ്രത്യക്ഷത്തിൽ ശത്രുതയില്ല. ഇറാനും അവരോട് ശത്രുതയില്ല. പ്രോമിസ് ടു പ്രോമിസ് എന്ന പേര് പോലെ തന്നെ എല്ലാം ചില പ്രോമിസുകളാണ്. ഇവിടേക്കാണ് ഇന്ത്യ ഇടിച്ചു കയറി ചെല്ലുന്നതും നമുക്ക് നേട്ടമുണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നതും. ഏതായാലും ഇറാൻ്റെ തീരത്ത് ഇന്ത്യൻ വ്യോമസേനയുടെ പടക്കപ്പലുകൾ അണിനിരക്കുമ്പോൾ ഒരിക്കലും അതിനു മുകളിൽ ആ ഭാഗങ്ങൾ ഇസ്രയേൽ തീമഴ വഹിക്കില്ല എന്ന് വിശ്വസിക്കാം. ഏതായാലും ഇസ്രയേൽ തിരിച്ചടിക്കും, പക്ഷേ അതിന് വലിയ കട്ടിയുണ്ടാകില്ല. അതും ഒരു പ്രോമിസ് ടു പ്രോമിസ് മിസൈൽ ആക്രമണമായി തീരാനാണ് സാധ്യത. ഇവിടെയാണ് ഇന്ത്യ എങ്ങനെ ഈ ഒരു മേഖലയിൽ നിർണായക റോളിലേക്ക് ഉയരുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതായത് ലക്ഷണമൊത്തൊരു കച്ചവടക്കാരൻ എങ്ങനെയാണ് കച്ചവടത്തിൽ കരുക്കൾ നീക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കൽ നമുക്ക് കാട്ടിത്തന്നു. അത് റഷ്യ ഉക്രൈൻ യുദ്ധമാണെങ്കിൽ ഇപ്പോഴത് പശ്ചിമേഷ്യയിലെ സംഘർഷമാണെന്ന് മാത്രം. ഇവിടെ അമേരിക്കയുടെ മോഹമായ അവരുടെ ഡോളറിൻ്റെ മൂല്യം ഉയർത്തുന്നതിന് വേണ്ടി നടപടികൾ എങ്ങും എത്തില്ല. പശ്ചിമേഷ്യയിലെ എണ്ണ രാജ്യങ്ങൾക്ക് അവർക്ക് തോന്നുംപടി വില കൂട്ടാനും കഴിയില്ല. ഇവിടെയാണ് മോദി മാജിക് വിജയിക്കുന്നത്. ഇത് തന്നെയാണ് ന്യൂസ് ഇന്ത്യ മലയാളത്തിൻ്റെ പോയിൻ്റ്. നന്ദി, നമസ്കാരം.